ടീച്ചറെ ഉളുപ്പുണ്ടോ ടീച്ചറെ? സുഡാപ്പിക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുഴലൂത്ത് നടത്താൻ, സുഡാപ്പിക്കാരൻ ഛർദ്ദിച്ചത് ഇങ്ങനെ നക്കി നക്കി തിന്നാൻ ഉളുപ്പുണ്ടോ ബിന്ദു ടീച്ചറെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മന്ത്രിയാണല്ലോ. ഏത് മന്ത്രി? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണത്രേ. നാണം തോന്നുകയാണ്. നിങ്ങളൊക്കെ സഹിക്കണല്ലോ. ടീച്ചറെ ഒരു കാര്യം, ഇനി യഥാർത്ഥത്തിൽ ഈ ആയിഷ ചെയ്യേണ്ടിയിരുന്നത് ആ തട്ടം വാങ്ങിയാണ്ട് ടീച്ചറുടെ തലയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ടീച്ചറുടെ തലയിൽ ഇടണമായിരുന്നു. എന്നിട്ട് കുട്ടികളോട് ചോദിക്കണമായിരുന്നു, ബിന്ദു ടീച്ചറുടെ തലയിൽ തട്ടം കണ്ടില്ലേ, നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? ടീച്ചറുടെ തലയിലെ തട്ടം കണ്ടില്ലേ, പേടി തോന്നുന്നുണ്ടോ എന്ന് ആയിഷ ചോദിക്കണമായിരുന്നു കേട്ടോ. എങ്കിൽ സംഗതി കുറെ കൂടി ജോറാകുകയായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. ബിന്ദു ടീച്ചറെ, ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആയിഷയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അതിന് പകരം ചെയ്യേണ്ടിയിരുന്നത് ഇനിയും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ നാളെ ചെയ്യണം. ഏതെങ്കിലും ഇതേപോലെ ഒരു മുസ്ലിം സദസ്സിൽ അല്ലെങ്കിൽ ഹിജാബ് ഇട്ട ഒരു സദസ്സിൽ, ഹിജാബ് ഇട്ട ഒരു സ്കൂളിൽ ചെല്ലുക. എന്നിട്ട് നിങ്ങളുടെ കൂടെ ഒരുപാട് മതമേലധ്യക്ഷന്മാരൊക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ, മൊയ്യാന്മാരും തങ്ങന്മാരൊക്കെ ഇരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മളൊക്കെ മതനിരപേക്ഷതയുടെ ആൾക്കാരല്ലേ, നമ്മളൊക്കെ മതേതരത്വത്തിന്റെ ആൾക്കാരല്ലേ. കിടക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം, അങ്ങനെ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ സ്റ്റേജിലേക്ക് ഒരു ഹിജാബ് ഇട്ട കുട്ടിയെ വിളിക്കണം. അങ്ങനെ ഹിജാബ് ഇട്ട കുട്ടി സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങൾ പറയണം, മോളെ ആ ഹിജാബ് കൊണ്ട് ഊര്, മോളെ ഹിജാബ് കൊണ്ട് അഴിക്കേ എന്ന് പറയണം ടീച്ചറെ. അപ്പൊ കുട്ടി ഹിജാബ് അഴിച്ചു കൊടുക്കും. അത് വാങ്ങിയിട്ട് ടീച്ചർ ചോദിക്കണം, ഈ പെൺകുട്ടിയുടെ മുടി കാണുമ്പോൾ ആർക്കാണ് ഭയമുണ്ടാകുന്നത്? ഈ കുട്ടിയുടെ മുടി കാണുമ്പോൾ ആർക്കാണ് പേടി ഉണ്ടാകുന്നത് എന്ന് ചോദിക്കണം ടീച്ചറെ. എന്നിട്ട് പറയണം, അങ്ങനെ പേടിയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് എന്ന് ടീച്ചർ പറയണം. അപ്പോഴാണ് ടീച്ചർ മതേതരവാദിയാകുന്നത്. അങ്ങനെ ചോദിച്ചാൽ ടീച്ചർക്ക് പിന്നെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. അത് ടീച്ചർക്ക് അറിയാം അല്ലേ? എന്നിട്ട് നാടകം കളിക്കുന്നു. ഇല്ലാത്തൊരു കാര്യം. ഹിജാബ് കണ്ടാൽ മറ്റു കുട്ടികൾ പേടിക്കും എന്നൊക്കെ പറയുന്ന ഒരു കള്ള ആഖ്യാനം ചമച്ചുണ്ടാക്കി, എന്നിട്ട് ഈ പാവപ്പെട്ട അല്ലെങ്കിൽ നിഷ്കളങ്കയായ ആയിഷ എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഉപകരണമാക്കി നിങ്ങൾ അർമാദിക്കുകയാണ് അല്ലേ? ചെല്ലണം ടീച്ചറെ ഈ പറയുന്ന ഒരു മുസ്ലിം വേദിയിലേക്ക്. എന്നിട്ട് പറയണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതാ ഈ പെൺകുട്ടിയുടെ മുടി നോക്ക്, ഈ മുടി കണ്ടിട്ട് ആർക്കാണ് പേടി ഉണ്ടാവുന്നതെന്ന്. പെൺകുട്ടികളുടെ മുടി കാണുമ്പോൾ പേടിച്ചു പറയ്ക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് കേട്ടോ അല്ലേ? അതുകൊണ്ടാണല്ലോ ഇറാനിൽ അങ്ങനെ സംഭവിച്ചത്. മഹ്സാമാനിയുടെ മുടി ഇഴകൾ കാറ്റിൽ പറക്കുന്നത് കണ്ടപ്പോഴാണ് അവിടുത്തെ മതവെറിയന്മാർക്ക് കാലിളകിയത്, ആ പെൺകുട്ടിയെ അടിച്ചു വന്നത്. അതേപോലെയാണ് ഇവിടെ സുഡാപ്പികൾ, ഇസ്ലാമിക തീവ്രവാദികൾ, അവർക്കാണ് നിങ്ങൾ ജയ് വിളിക്കുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് സാറ ടീച്ചറുടെ ഒരു കഥയാണ്. മുടിത്തെയ്യങ്ങൾ ഉറയുമ്പോൾ എന്ന് പറയുന്ന ഒരു കഥ സാറ ജോസഫ് എഴുതിയിട്ടുണ്ട് കേട്ടോ. യുവജനോത്സവങ്ങളിലൊക്കെ ഒരുപാട് ഈ ടീച്ചറുടെ കഥ നാടകമായി അവതരിപ്പിക്കാറുണ്ട്, കാലങ്ങളായി അവതരിപ്പിക്കാറുണ്ട് ഒരുപാട് വേദികളിൽ. മുടിത്തെയ്യം ഉറയുമ്പോൾ എന്ന് പറയുന്ന അതിനിശ്ചിതമായ ഒരു കഥ, സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പെണ്ണ് പൂക്കുന്ന നാട്ടിലേക്കുള്ള യാത്ര, അങ്ങനെയൊക്കെയാണ് ടീച്ചർ എഴുതിയത്. എന്ന് പറഞ്ഞാൽ അവിടെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മുടി എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് കേട്ടോ. ആകാശത്തെ തലോടുന്ന മുടിയിഴകൾ, ആകാശത്തേക്ക് പാറിപ്പറക്കുന്ന മുടിയിഴകൾ എന്ന് പറയുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് എന്ന് സാറ ടീച്ചർ നമ്മളോട് പറയുന്നു. ഇനി സാറ ടീച്ചർ ഈ പുതിയ പശ്ചാത്തലത്തിൽ എങ്ങനെ പറയുന്ന എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഈ പുരോഗമനവാദികളൊക്കെ ഈ സുഡാപ്പികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന കാലമാണല്ലോ. ജയദേവിക എന്ന് പറയുന്ന, ഒരുപക്ഷെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയ, ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ദേവിക ഈയിടെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഈ ഹിജാബ് നല്ല വസ്ത്രമാണ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ വസ്ത്രമാണ് അത്ര ഹിജാബ്. അങ്ങനെയൊക്കെ ആയിപ്പോ, അതായത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ വസ്ത്രം ഹിജാബ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ വസ്ത്രം നിക്കാബ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ വസ്ത്രം പർദ്ദ. അങ്ങനെ പർദ്ദയെയും നിക്കാബിനെയും ഹിജാബിനെയും ഒക്കെ മഹത്വവൽക്കരിക്കുന്ന ഒരു നാടായി കേരളം മാറുകയാണ്. ഇതിൽ ഈ പാവം കുട്ടികളെയാണ് ബലിയാടാക്കുന്നത്. നിർത്തണം കേട്ടോ, ഈ തോന്നിവാസം നിർത്തണം കേട്ടോ. ഈ ഇരിങ്ങാലക്കുടയിലെ പുറത്തിശ്ശേരി അങ്ങനെ ഒരു കാർണിവലാണ് അത്ര നടത്തിയത്. ഇനി ബിന്ദു ടീച്ചർ അല്ല പ്രതിയെങ്കിൽ ഇത് നടത്തിയ കുറെ ഡിഫിക്കാരോ അല്ലെങ്കിൽ കുറെ സുഡാപ്പികളോ അല്ലെങ്കിൽ കുറെ അന്തംഗമികളോ അവിടെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ പെൺകുട്ടിയെ കരുവാക്കിക്കൊണ്ട് ഈ ഹിജാബിന് വേണ്ടി ജയ് വിളിക്കുക എന്നായിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂര കൃത്യമുണ്ട് കേട്ടോ. ആ പെൺകുട്ടി, അവൾക്കൊന്നും അറിയില്ല, അവൾ കേരളത്തിന്റെ പ്രിയങ്കരിയാണ്. സോഷ്യൽ മീഡിയ റീലുകൾ സ്ഥിരമായി കാണുന്നവരുടെ ഏറ്റവും പ്രിയങ്കരിയാണ് ആ കുട്ടി കേട്ടോ. ഇനി അവർക്ക്
ആ കുട്ടിയെ അങ്ങനെ കാണാൻ പറ്റുമോ? ആ കുട്ടി ഒരു മതവെറിയന്മാരുടെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീകരന്മാരുടെ അവരുടെ പക്ഷം ചേർന്നുകൊണ്ട് ആ പെൺകുട്ടി സംസാരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ആ പെൺകുട്ടി ആക്കി തീർത്തത് കേട്ടോ. നിങ്ങൾ ചെയ്ത കൊടി ചതിയാണ്. എനിക്ക് ഓർമ്മ വരുന്നതേ 2-3 വർഷങ്ങൾക്ക് മുമ്പ് അറിയാലോ, അവിലും മലരും കരുതിക്കോ, കുന്തിരിക്കവും കരുതിക്കോ, വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു റാലിയിൽ ഒരു 10 വയസ്സുകാരൻ വിളിച്ച മുദ്രാവാക്യമായിരുന്നു അത് കേട്ടോ. തന്റെ പിതാവിന്റെ ചുമലിൽ കയറിയിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ 10 വയസ്സുകാരനെ ചുമലിലേറ്റിക്കൊണ്ട് ആ 10 വയസ്സുകാരനെ കൊണ്ട് വിളിപ്പിച്ച മുദ്രാവാക്യം കേട്ട് കേരളം ഞെട്ടുകയുണ്ടായി. അവിലും മലരും കരുതിക്കോ, കുന്തിരിക്കവും കരുതിക്കോ, വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന അതിവർഗീയമായ ആ മുദ്രാവാക്യം വിളിപ്പിച്ചത് 10 വയസ്സുകാരനെ കൊണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആയിഷക്ക് 9 വയസ്സായിട്ടേ ഉള്ളൂ. 9 വയസ്സുകാരിയായ ആയിഷയെ കൊണ്ട് നിങ്ങൾ ഇതിന് സമാനമായ നാടകം കളിയാണ് ഇവിടെ കളിച്ചത് കേട്ടോ. ബിന്ദു ടീച്ചറെ, നിങ്ങൾ ഇതിന് സാക്ഷിയാണ്. നിങ്ങൾ പറയണമായിരുന്നു, മോളെ ഇങ്ങനെയൊന്നും പറയരുത്, ഇതല്ല അതിന്റെ ശരിയെന്ന് നിങ്ങളാണ് പറയേണ്ടിയിരുന്നത്. കാരണം നിങ്ങളാണല്ലോ മതേതരത്വത്തിന്റെ ഒക്കെ, ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ, സോഷ്യലിസത്തിന്റെ ഒക്കെ പ്രതീകം നിങ്ങളാണല്ലോ. അതിന് പകരം നിങ്ങൾ ഇവിടെ ചെയ്തത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ്. മതിയാക്കിക്കോ ടീച്ചറെ, മതിയാക്കിക്കോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതൊക്കെ അറിയാവുന്ന, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത് പോകുമ്പോ ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുകയല്ല, നിങ്ങൾ തെറി വിളിക്കുകയാണ്. നിങ്ങൾ ചെയ്ത ഈ പാതകത്തിനെതിരെ മനസ്സിൽ ഇങ്ങനെ വിദ്വേഷം പുകയുകയാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. അവരിതിനൊക്കെ പകരം ചോദിക്കുന്ന ഒരു കാലം വരും കേട്ടോ ടീച്ചറെ. ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നെടുത്ത കണ്ണട ഇട്ടിട്ടുകൊണ്ടാണ് നിങ്ങൾ ഈ തോന്നിയാസം ചെയ്തത് എന്ന് കൂടി ഓർക്കണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. പിണറായി വിജയന്റെ ഈ 2ാം മന്ത്രിസഭയിൽ ഏറ്റവും ഊളമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഊളകളായ മന്ത്രിമാരുടെ എണ്ണം 1 അല്ല 2 അല്ല 3 അല്ല, നിരവധിയാണ്. അത് ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് അവർ ഊളമന്ത്രിമാരുടെ പേര് പറയും. ചിലർ പറയും വി ശിവൻകുട്ടി എന്ന്. ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാവും അവർക്ക്. വി ശിവൻകുട്ടി എന്തുകൊണ്ട് ഈ മന്ത്രിസഭയിലെ ഒരു ഊളമന്ത്രിയാണ്? ശിവൻകുട്ടിയുടെ മുൻകാല ചരിത്രം, നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ, തോന്നിവാസങ്ങൾ, അണ്ടർവെയർ ഒക്കെ കാണിച്ചുകൊണ്ടുള്ള സംഹാര താണ്ഡവം, അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതല്ലെങ്കിൽ മറ്റു ചിലർ പറയും വീണ ജോർജാണ്, വീണ് കിടന്നുരുളുന്ന ജോർജാണ് മറ്റൊരു ഊളമന്ത്രി എന്ന്. ഇതാ ഏറ്റവും ഇന്നത്തെ പത്രത്തിൽ കാണാം. അതായത് ഈ മെഡിക്കൽ കോളേജുകളിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് അത്രേ അതിന്റെ വിതരണക്കാർ, കാശ് കൊടുക്കാഞ്ഞിട്ടേ. ഒന്ന് ആലോചിച്ചോട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല കേട്ടോ. അതായത് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റ് ചികിത്സാ യന്ത്രങ്ങളൊക്കെ നൽകിയ വകയിൽ കോടികളുടെ കുടിശ്ശിക, ഏതാണ്ട് 200 കോടിയോളം കുടിശ്ശിക, 26 തവണയാണത്രേ ഇത് തരാം എന്ന് പറഞ്ഞ് വിതരണക്കാരെ പറ്റിക്കുന്നത്. അവസാനം വിതരണക്കാർ കഴിഞ്ഞ മാസം മുതൽ തന്നെ വിതരണക്കാരൊക്കെ നിർത്തി, അതായത് സപ്ലൈ ചെയ്യുന്നതൊക്കെ നിർത്തി. എന്നിട്ടും കാശ് തരാഞ്ഞിട്ട് അവസാനം അവർ അറ്റകൈ പ്രയോഗം നടത്തുകയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചെന്ന് മുമ്പ് അവർ കൊടുത്ത ഉപകരണങ്ങൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയാണല്ലോ, അത് ഞങ്ങൾ സൗജന്യ ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ വാങ്ങിയെന്ന്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പിന്നെ സൗജന്യ ചികിത്സയല്ലേ കാലാകാലങ്ങൾ നടക്കേണ്ടത്? വീണ ജോർജിന്റെ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ടിട്ടാണോ ഇത് നികത്തുന്നത്? അല്ലല്ലോ, ജനങ്ങളുടെ നികുതി പണം കൊണ്ടല്ലേ കൊടുക്കുന്നത്. എന്നിട്ട് സൗജന്യ ചികിത്സ കൊടുത്തത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. എന്താ ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഒക്കെ സിസ്റ്റത്തിന്റെ തകരാറാണ്, സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് വീണ ജോർജ് നേരത്തെ തന്നെ സമ്മതിച്ചതാണ്. ആരോഗ്യരംഗം ആകെ സിസ്റ്റം ഫെയിലിയർ ആണ്. പിന്നെ രക്ഷപ്പെടുന്ന എന്തുകൊണ്ടാണ്? കപ്പിത്താൻ, ഞങ്ങളുടെ കപ്പിത്താൻ കപ്പൽ ആടി ഉലയുകയില്ല സാർ. ഇപ്പൊ മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല കപ്പലില്. ആടി ഉലയുകയല്ല, വട്ടം കറങ്ങുകയാണ്. കപ്പൽ ഇങ്ങനെ ചുഴിക്കുത്തിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് വീണ ജോർജിനെ വേണം പറയാം. പിന്നെ ആരാണപ്പാ? പിന്നെ നമ്മുടെ
ബിന്ദു ടീച്ചർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചർ. ബിന്ദു ടീച്ചർ നമ്മളൊക്കെ കയ്യിലെ കാശെടുത്തിട്ടാണ്, പോക്കറ്റിലെ കാശെടുത്തിട്ടാണ് 56,000 റുപ്യന്റെ കണ്ണടയൊക്കെ വാങ്ങിയത് കേട്ടോ. അങ്ങനെ കണ്ണടയൊക്കെ നമ്മുടെ നികുതി പണം കൊണ്ട് കണ്ണടയൊക്കെ വാങ്ങി ഭയങ്കര എന്താ പറയാ അർമാദിച്ച് ആഘോഷിക്കുന്ന ബിന്ദു ടീച്ചർ. ബിന്ദു ടീച്ചറാണ് മറ്റൊരു ഊളമന്ത്രി എന്ന് പറയാവുന്ന മറ്റൊരു മന്ത്രി. അങ്ങനെ അങ്ങനെ നിരവധി മന്ത്രിമാരുണ്ട്. ഇവിടെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഊളകളിൽ ഊളയായ ഒരു മന്ത്രിയെ കുറിച്ചാണ് കേട്ടോ. ശരിക്കും കഷ്ടം തോന്നുകയാണ്, കഷ്ടം തോന്നുന്നു. കാരണം ഒരു കുട്ടിയെ കൂടി ഇതിൽ ഞാൻ എന്താ പറയാ അവതരിപ്പിക്കുകയാണ്. ഒരു നിഷ്കളങ്കയായ ഒരു കുട്ടി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയുടെ പേര് ആയിഷ എന്നാണ്. ഈ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കുട്ടികൾ വളരെ നല്ല തരത്തിലുള്ള പരിപാടികൾ, വളരെ ആകർഷകമായ റീലുകളൊക്കെ ചെയ്യുന്ന നിരവധി കുട്ടികളുണ്ട് കേട്ടോ. ആ കുട്ടികളിലൊക്കെ വെച്ച് നമ്മളെയൊക്കെ എന്താ പറയാ ഹൃദയം കവർന്ന ഒരു മിടുക്കി കുട്ടിയാണ് ആയിഷ. ഈ മോട്ടിവേഷൻ സ്പീക്കറായ എന്താ പറയാ അഭിലാഷിന്റെ ഒക്കെ അഭിഷാദ് യെസ് അങ്ങനെയാണ് അയാളുടെ പേര്. അഭിഷാദിന്റെ ഒക്കെ ചില മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ഈ മിടുക്കി കുട്ടി ആയിഷ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്കാകെ നമ്മൾ ത്രില്ലടിക്കും കേട്ടോ. അപ്പൊ നമ്മളെയൊക്കെ പ്രിയങ്കരിയായ ആയിഷ എന്ന് പറയുന്ന 4ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ സദസ്സിൽ വെച്ച് അപമാനിച്ച്, അല്ലെങ്കിൽ ആ കുട്ടിയെ ഏതോ ഒക്കെ തരത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ ഒരു വർഗീയവാദിയാക്കി SDPIക്കാർ കുഴിച്ച കുഴിയിൽ ചാടി ഉരുണ്ട് മറിഞ്ഞ് വീണ് കൈകാലിട്ടടിക്കുന്ന ബിന്ദു ടീച്ചറെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു രീതിയിലാണോ അതിനെ സമീപിച്ചതെന്ന് എനിക്ക് അറിയില്ല. അതായത് ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ ഒരു കാർണിവൽ, ആ കാർണിവലിന്റെ ഉദ്ഘാടന വേദിയോ എന്തോ മറ്റോ ആണ്. ബിന്ദു ടീച്ചറാണ് അതിലെ മുഖ്യാതിഥി എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ബിന്ദു ടീച്ചർ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് 4ാം ക്ലാസ്സുകാരിയായ ആയിഷ വന്നിട്ട് സംസാരിക്കുന്നത്, പ്രസംഗിക്കുന്നത്. വളരെ മനോഹരമായ ആകർഷകമായ ആ പെൺകുട്ടിയുടെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള സംസാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറെ നമ്മളെ ആകർഷിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബിന്ദു ടീച്ചർ വന്നു ഈ കുട്ടിയെ എന്താ പറയാ ആശ്ലേഷിക്കാനോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അനുമോദിക്കാനോ ഒക്കെ ബിന്ദു ടീച്ചർ എഴുന്നേറ്റ് വരുന്നു. അങ്ങനെ വേദിക്ക് മുന്നിൽ ബിന്ദു ടീച്ചറും ഈ കുട്ടിയും. അപ്പോഴാണ് ഈ കുട്ടി ടീച്ചറോട് പറയുന്നത് ഒരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ നേരത്തെ ആരോ തയ്യാറാക്കി കൊടുത്ത തിരക്കഥയാണ് കേട്ടോ. ആ ദൃശ്യം നമുക്കൊന്ന് കാണാം കേട്ടോ. തട്ടമിട്ട കൂട്ടുകാരി സ്റ്റേജിൽ നിന്ന് നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു കുട്ടിയാണ് കേട്ടോ. നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഒരു കുട്ടി തട്ടമിട്ടുകൊണ്ട് വരുന്നു. ഇനിയാണ് നാടകം. ബിന്ദു ടീച്ചർ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോ ആയിഷ ചോദിക്കുന്നത്, ഞാൻ ഈ തട്ടം തലയിലിട്ടപ്പോൾ ആർക്കെങ്കിലും പേടി തോന്നുന്നുണ്ടോ എന്നാണ്. ഈ ചോദ്യം ഈ കുട്ടി ഉന്നയിക്കാൻ കാരണം നേരത്തെ SDPIക്കാരായ ചില ഇസ്ലാമിക തീവ്രവാദികൾ അവരുടെ ശ്രമഫലമായി അവരുടെ കുത്തിത്തിരിപ്പിന്റെ ഫലമായി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ ആ സ്കൂളിന്റെ നിയമാവലികൾ അനുസരിക്കാതെ, നിയമാവലികളൊന്നും പാലിക്കാതെ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പറഞ്ഞയച്ച വിവാദമുണ്ടല്ലോ. അപ്പോൾ ആ സ്കൂളിലെ ഏതോ ഒരു അധ്യാപിക പറഞ്ഞത്രേ, ഇങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നാൽ മറ്റു കുട്ടികളൊക്കെ പേടിക്കും എന്ന തരത്തിലുള്ള ഒരു ആഖ്യാനം അന്തം കമ്മികളും സുഡാപ്പികളൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട് ഇവിടെ. ഏത് അധ്യാപികയാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇവരിങ്ങനെ പല കള്ളത്തരങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവർ പറയുന്നു മറ്റു കുട്ടികൾ പേടിക്കും ഈ ഒരു കുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് വന്നാൽ എന്ന് അങ്ങനെ പറഞ്ഞത്രേ. അത്തരത്തിലുള്ള സുഡാപ്പികളുടെ ഒരു വാദത്തിന് പിൻബലമേകാൻ വേണ്ടിയിട്ടാണ് ഈ വേദിയിൽ ഈ പറയുന്ന നിഷ്കളങ്കയായ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിഷ്കളങ്കയായ കുട്ടിക്ക് ഹിജാബിന്റെ പിന്നിലുള്ള അജണ്ട തിരിച്ചറിയൂ. ഹിജാബിന്റെ പേരിൽ ലോകത്ത് നടക്കുന്ന ഹിജാബ് ആക്ടിവിസത്തെ കുറിച്ച് ഈ പെൺകുട്ടിക്ക് അറിയൂ. ഇറാനിൽ ഹിജാബിന്റെ പേരിൽ അവിടെയുണ്ടായ കലാപങ്ങൾ, സ്വാതന്ത്ര്യ
സ്വാതന്ത്ര്യം കാക്ഷിക്കുന്ന, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഇറാനിലെ പുതിയ തലമുറ ഹിജാബുകൾ വലിച്ചെറിയുന്നു, ഹിജാബുകൾ കത്തിക്കുന്നു. അവിടെ ഈ ഹിജാബ് ധരിച്ചിട്ട് പോലും മുടിയൊരൽപ്പം പുറത്തു വന്നു എന്നുള്ള കാരണം പറഞ്ഞ് ഈ ഇറാനിൽ ആയത്തുള്ള അലി ഖമീനി എന്ന് പറയുന്ന അവരുടെ മത അധ്യക്ഷന്റെ പോലീസുകാരൻ, മതവെറി പൂണ്ട പോലീസുകാരൻ മഹ്സ അമാനി എന്ന ഒരു 22-കാരിയെ അവരുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോവുകയാണ്. 3 ദിവസം തടങ്കൽ പാളയത്തിലിട്ട് തലക്ക് അടിച്ച് ആ പെൺകുട്ടിയെ കൊല്ലുകയാണ് കേട്ടോ. തലയോട്ടി പൊട്ടിയാണ് ആ പെൺകുട്ടി മരിക്കുന്നത്. അതിനെ തുടർന്നിട്ടായിരുന്നു 2022-23 കാലഘട്ടത്തിൽ ഇറാനിൽ ഉണ്ടായ വൻ പ്രക്ഷോഭം. ഹിജാബിനെതിരെ, ഹിജാബ് കത്തിച്ചുകൊണ്ട്, തലമുടി വെളിയിൽ കാണിച്ചുകൊണ്ട് ഇറാനിലെ പെൺകുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങി. 551 പേരെയാണ് ഇറാനിൽ വെടിവെച്ച് വന്നത് കേട്ടോ. ആയിരക്കണക്കിന് ആളുകളെ തടങ്കലിലാക്കി. ലോകം മുഴുവൻ പ്രതിഷേധിച്ചു. ഇവിടെ കേരളത്തിലും ഒക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ പുരോഗമനവാദികളൊക്കെ അന്ന് അല്ലെങ്കിൽ ഹിജാബിന് വേണ്ടിയുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ ഈ നരനായാട്ടിനെതിരെ പ്രതിഷേധിച്ചു കേട്ടോ. ഏറ്റവും പുതിയ വാർത്ത ഇറാനിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ആയത്തുള്ള അലി ഖമീനിയുടെ മുഖ്യ ഉപദേഷ്ടാവ്, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഒരു ഹിജാബും ധരിക്കാതെ തോളുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട്, മുടി പ്രദർശിപ്പിച്ചുകൊണ്ട് ഹിജാബ് തന്റെ മകൾക്ക് വേണ്ട, തന്റെ മകൾക്ക് ഹിജാബ് ഒന്നും നിർബന്ധമില്ല എന്ന തരത്തിൽ. എന്ന് പറഞ്ഞാൽ ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല എന്ന് ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ നിന്ന് പോലും തെളിവുകൾ വരുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഹിജാബ് വേണം. എവിടെ ഹിജാബ് വേണം? അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടന അനുശാസിക്കുന്ന, ഭരണഘടന അനുവദിക്കുന്ന ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ, ക്രിസ്ത്യൻ CBSE സ്കൂളിൽ SDPIക്കാർ ഒരു പിഞ്ചു ബാലികയെ, ആ പിതാവിനെ പറഞ്ഞ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ്, ഹിജാബ് ധരിപ്പിച്ചുകൊണ്ട്. ഞാൻ കൂടുതലേക്ക് കടക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഹിജാബ് ധരിച്ചാൽ നിങ്ങൾക്ക് പേടിയുണ്ട്. ഇവിടെ ഹിജാബ് അല്ല കേട്ടോ, ഒരു തട്ടം ധരിച്ചുകൊണ്ട് ഒരു കുട്ടി സ്റ്റേജിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് ഈ ആയിഷ ധരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും പേടിയുണ്ടോ എന്നെ കാണുമ്പോൾ? ആ വീഡിയോയുടെ ബാക്കി ഭാഗം ഒന്ന് കാണണേ. എന്തൊരു പ്രസംഗമാണ് അല്ലെ? തട്ടം ഇട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച കുട്ടി എന്നൊക്കെയാ പറയുന്നത്. ഇവരുണ്ടാക്കുന്ന ആഖ്യാനങ്ങൾ കണ്ടില്ലേ? ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട്, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ബിന്ദു മന്ത്രി. മാത്രമല്ല, ഈ വീഡിയോ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ച ഈ വീഡിയോ ബിന്ദു മന്ത്രിയുടെ ഫേസ്ബുക്കിൽ നിന്നെടുത്തതാണ്. അവർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ. എന്താണ് ബിന്ദു മന്ത്രി കേരളീയ പൊതുസമൂഹത്തോട് ഈ വീഡിയോയിലൂടെ പറയുന്നത്? എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായ 2-3 കാര്യങ്ങൾ എന്താണെന്നറിയോ? ഒന്ന്, ഹിജാബ് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല എന്നുകൂടിയാണ് ബിന്ദു ടീച്ചർ അറിയാതെ പോലും ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ പെൺകുട്ടിയുടെ കാര്യം പറയുന്നില്ല കേട്ടോ. ഈ 4ാം ക്ലാസ്സുകാരിയെ പെൺകുട്ടിയെ നമുക്ക് വിടാം. കാരണം കൊച്ചുകുട്ടി, അവൾക്ക് ഇതിനെപ്പറ്റി, ഹിജാബിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ തട്ടത്തെ കുറിച്ചോ ഒന്നും അറിയില്ല. ഈ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഈ കുട്ടിക്ക് അറിയില്ല കേട്ടോ. പാവംകുട്ടി. ആ കുട്ടിയെ ഉപകരണമാക്കുകയാണ്. ആ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നാടകം കളിച്ചത്. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന്റെ പങ്ക് കൂടി വളരെ വ്യക്തമാണ്. അതുകൊണ്ടൊക്കെയാണല്ലോ ഇത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ബിന്ദു മന്ത്രി ഇവിടെ തെളിയിച്ചൊരു കാര്യം എന്താണെന്നറിയോ? അതായത് സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടിയെ വിളിക്കുകയാണല്ലോ, തട്ടമിട്ട പെൺകുട്ടിയെ. എന്നിട്ട് ഈ ആയിഷ ഇത്രയും നാൾ തട്ടമിടാതെയാണ് നടന്നത്. അപ്പോൾ തട്ടമിടാതെ നടന്നാൽ, മുടി വെളിയിൽ കാണിച്ചുകൊണ്ട് നടന്നാൽ, ഹിജാബ് ധരിക്കാതെ നടന്നാൽ ഒരു പ്രശ്നവുമില്ല എന്ന് ആദ്യമായി ആയിഷ വിളിച്ചു പറയുകയാണ് കേട്ടോ. ഈ വീഡിയോയിലൂടെ ആയിഷ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി വിളിച്ചു പറയുന്നത്, ഞാൻ ഇതേവരെ തട്ടമൊന്നും ഇട്ടിട്ടില്ല, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഹിജാബ്, തട്ടം എന്നൊന്നും പറയുന്നത് ഒരു നിർബന്ധിത മതവസ്ത്രമൊന്നുമല്ല എന്ന് ഈ പെൺകുട്ടി ആദ്യം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് മറ്റൊരു പെൺകുട്ടിയെ, തട്ടമിട്ടൊരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നത്. ആ പെൺകുട്ടിയോട് പൊതു സ്റ്റേജിൽ വെച്ചിട്ടാണ് ആയിഷ പറയുന്നത് ആ തട്ടം ഒന്ന് അഴിച്ചു തരാൻ. ആ പെൺകുട്ടി എത്ര പെട്ടെന്നാണെന്ന് പറയും തട്ടം അഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഹിജാബ് എത്രയേ ഉള്ളൂ? ഹിജാബ് ഒരു പൊതുവേദിയിൽ വെച്ച് ഒരാൾ പറയാണ് ആ ഒന്ന് അഴിച്ചു തരുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അഴിച്ചു കൊടുത്തേക്കല്ലേ? ഇതിനെയാണ് SDPIക്കാർ അല്ലെങ്കിൽ ഈ മതവെറിയന്മാർ ഞങ്ങളുടെ നിർബന്ധിത വസ്ത്രമാണ്, ഞങ്ങളുടെ കിതാബ് പറഞ്ഞ വസ്ത്രമാണ്, ഇത് ധരിച്ചില്ലെങ്കിൽ എന്തോ ഭയങ്കര ശിക്ഷ വിധിക്കും അല്ലെങ്കിൽ നരകത്തിലയക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഈ പെൺകുട്ടി
അതായത് ഇതിനേക്കാൾ വളരെ വളരെ പ്രായ കൂടുതലുള്ള ഒരു കുട്ടിയാണ് ആ സ്റ്റേജിലേക്ക് വരുന്നത്. ആ കുട്ടി ഒരു മടിയുമില്ലാതെ ഈ തട്ടം അല്ലെങ്കിൽ ഈ പറയുന്ന ശിരോവസ്ത്രം അഴിച്ചു കൊടുക്കുകയാണ്. അപ്പോ ഇവിടെ എന്തോ നമുക്ക് മുമ്പിൽ തെളിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടിയല്ല എന്നാണ്. കാരണം പൊതു സ്റ്റേജിൽ വെച്ച് അഴിച്ചു കൊടുക്കാം. എന്നിട്ടാണ് ഈ കുട്ടി അത് തലയിലിട്ടുകൊണ്ട് കുട്ടികളോട് പറയുന്നത്, എന്നെ കണ്ടാൽ ഇപ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? ഈ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമല്ല, കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്റെ ടീച്ചറെ, ഉളുപ്പുണ്ടോ ടീച്ചറെ? സുഡാപ്പിക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുടലൂത്ത് നടത്താൻ, സുഡാപ്പിക്കാരെ ഛർദ്ദിച്ചത് ഇങ്ങനെ നക്കി തിന്നാൻ ഉളുപ്പുണ്ടോ ബിന്ദു ടീച്ചറെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മന്ത്രിയാണല്ലോ. ഏത് മന്ത്രി? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണത്രേ.